അതുകൊണ്ട് സത്യവിശ്വാസികളെ 60 വയസ്സ് അല്ലാഹു നമുക്ക് നൽകുകയാണെങ്കിൽ നമ്മുടെ ചെരുപ്പിടാനും ചെരുപ്പ് നന്നാക്കാനും കാല് കഴുകാനുമായി നമ്മൾ ചെലവഴിക്കുന്ന വെറും ഷൂ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഷൂവിന്റെ ലൈസ് കെട്ടാൻ വേണ്ടി മാത്രം 60 വയസ്സിൽ 8 ദിവസം പൂർണ്ണമായും അതിനെടുക്കുന്നതാണ്. സിഗ്നലുകളിൽ കാറുകൾ നിർത്താൻ, വാഹനം നിർത്തിവെക്കാൻ എടുക്കുന്ന സമയം 60 കൊല്ലത്തിൽ 1 മാസമാണ്. മുടി വെട്ടാൻ വേണ്ടി പോകില്ലേ ബാർബർ ഷാപ്പിൽ, അവർ കുറച്ച് സമയം നന്നായിട്ട് തിരക്കൊന്നുമില്ലെങ്കിലേ ഒരുപാട് സമയം അവിടെ പോയി പോകും. ഞാനൊക്കെ ബാർബർ ഷാപ്പ് കാര്യം പറയലാണ്, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ചെയ്തോ. അത് മെഷീൻ വെക്കുകയാണെങ്കിൽ മെഷീന് കട്ട് ചെയ്യണം. എനിക്ക് 3 മിനിറ്റോട് തീർത്തുന്ന അത്ര സന്തോഷമാണെന്നാണ് പറയില്ല. അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ പോയി പോകും. ഒരു മനുഷ്യൻ മുടിവെട്ടാൻ എടുക്കുന്ന സമയം 60 വയസ്സിനുള്ളിൽ എടുക്കുന്ന സമയം 1 മാസം മുടിവെട്ടാൻ വേണ്ടി പോകുന്നതാണ്. ഒരു 3-4 ആഴ്ചയൊക്കെ ആകുമ്പോഴെങ്കിലും മുടിവെട്ടുണ്ട്. 5 മാസം 6 മാസം അത്രയൊന്നും കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. 1 മാസം മുടിവെട്ടാനാണ്. വലിയ വലിയ നഗരങ്ങളിലാണെങ്കിൽ ലിഫ്റ്റിൽ കയറാനും അത് വെയിറ്റ് ചെയ്യാനും സ്റ്റെപ്പ് കയറാനും എടുക്കുന്ന സമയം 3 മാസം അങ്ങനെ പോകും. ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പുകളിൽ ട്രെയിനിന് കാത്തിരിക്കുന്ന സമയം 5 മാസമാണ് 60 കൊല്ലത്തിനിടയ്ക്ക്. ബ്രഷ് ചെയ്യാൻ സമയമെടുക്കുന്നത് 60 കൊല്ലത്തിൽ 3 മാസം ബ്രഷ് ചെയ്യാൻ എടുക്കുന്നുണ്ടാവും. വസ്വാസുള്ള കാര്യം പറയും വേണ്ട. കുളിക്കുന്നവരെ സാധാരണ പെട്ടെന്ന് കുളിച്ചിറങ്ങുന്ന ആളുകൾ 60 കൊല്ലത്തിനിടയ്ക്ക് കുളിക്കാനെടുക്കുന്ന സമയം 6 മാസമാണ്. അപ്പോൾ കയറിയ ടാങ്ക് തീർന്നിട്ട് ഇറങ്ങിപ്പോരുന്ന പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര സമയം പോകുന്നുണ്ടാവും. പിശാചുക്കളിൽ ആണും പെണ്ണും നിൽക്കുന്ന സ്ഥലമാണ് ബാത്റൂം. കഴിച്ചു പോരാ എന്നല്ലാണ്ട് അവിടെ മേപ്പെട്ട് നോക്കുന്നുണ്ട് എന്താ കാര്യം? സാധാരണഗതിയിൽ 6 മാസം 60 വയസ്സുള്ള ഒരു മനുഷ്യൻ ബാത്റൂമിൽ ചെലവഴിക്കുന്നുവെന്നാണ്. അതിനിടയ്ക്ക് പുസ്തകം വായിക്കാൻ എടുക്കുന്ന സമയം, ഖുർആൻ ഓതാൻ എടുക്കുന്ന സമയം 2 വർഷം അങ്ങനെ പോയി. തിന്നാനെടുക്കുന്ന സമയം 4 വർഷം. നമ്മുടെ ജീവിതത്തിൽ 60 കൊല്ലത്തിൽ 4 കൊല്ലം തിന്നാനാണ് ഉപയോഗിക്കുന്നത്. 4 കൊല്ലം. പിന്നെ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന സമയം ഒരു 9 കൊല്ലം. 60 വയസ്സിൽ 9 കൊല്ലം പണിയാണ്. ഉറങ്ങുന്നത് 20 കൊല്ലമാണ്. അപ്പോൾ 60 പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? ഇതൊരു 60ൻ്റെ കഥയാണ്. ഇതിനിടയ്ക്ക് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ആഡ് ചെയ്യണം. അതിനെടുക്കുന്ന സമയം എത്രയാണ്? അതൊരു പക്ഷേ ഒരു 25 കൊല്ലമൊക്കെ പോകുന്നുണ്ടാവും. നമ്മുടെ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മളറിയാതെ നമ്മിൽ നിന്ന് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. 950 വർഷം പ്രബോധനം ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമിനോട് റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് ചോദിച്ചു, യാ അത്വലൽ അംബിയാഇ ഉംറാ, അംബിയാക്കന്മാരിൽ ഏറ്റവും പ്രായമുള്ളവരായ നബിയേ, കൈഫ വജത്ത ദുനിയാ, എങ്ങനെയുണ്ട് ഭൂമിയിലെ ജീവിതം? 950 കൊല്ലം പറഞ്ഞു. 950 കൊല്ലം. ഒരു വീട് പോലെ, ഒരു കോമ്പൗണ്ട് പോലെ 2 ഗേറ്റുകളുണ്ട്. അതിന് ഒരു ഭാഗത്തുകൂടെ കടക്കുന്നു, മറുഭാഗത്തുകൂടെ പുറത്തു വരുന്നു. ഒരു വീട്ടിലൂടെ ഇങ്ങനെ കയറിറങ്ങിയ പോലെ തോന്നുന്നുള്ളൂ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. നമ്മളൊക്കെ ഇപ്പം എന്താ പറയാ, 950 കൊല്ലം ജീവിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഒരു വീട്ടിൽ കയറി, ഇതിലിറങ്ങി. ഓരോ പ്രഭാതവും സൂര്യൻ ഉദിച്ച് പ്രഭ പരത്തി പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ആ ദിവസം വിളിച്ചു പറയുന്നുണ്ടത്രേ, അബ്ന ആദം, ആദമിന്റെ മോനെ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ് നിനക്ക്. നമ്മൾ ചിന്തിക്കാറുണ്ടെങ്കിൽ ദിവസം ഒരു സൃഷ്ടിയാണെന്ന്.
ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. നീ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ടി വരും. ഫതസവ്വദ് മിന്നി, അതുകൊണ്ട് എന്നെ നീ ഉപയോഗിച്ചേക്കണം. ഫഇന്നി ഇദാ മദൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാനെങ്ങാനും അസ്തമിച്ച് അവസാനിച്ചാൽ ഞാൻ എന്ന ഈ ദിവസം ഇനി ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വരില്ല. കഴിഞ്ഞുപോയി. 2022 ഡിസംബർ 31 കഴിഞ്ഞു. തിരിച്ചു വരൂല, ഒരിക്കലും തിരിച്ചു വരില്ല. പുതിയൊരു ദിവസം വരിക. അദ്ദേഹം തിരിച്ചുപോയാൽ ആ ദേഹം തിരിച്ചുപോയാൽ ആ ദേഹവും തിരിച്ചു വരൂല. അങ്ങനെയാണ്. അലാ ലൈത ശബാബ യഊദു യൗമാ فأخبره بما فعل المشيب. ഒരിക്കലും തിരിച്ചു വരില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗലോകത്തിന്റെ ഓരോ കവാടത്തിലൂടെയും ഓരോരോ മലക്കുകൾ യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ, അല്ലാഹുവിന്റെ ദാസനെ ഇതിലെ വരണേ ഇതിലെ വരണേ എന്ന് സ്വർഗ്ഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും ഒരാളുടെ പേര് വിളിച്ചു പറയപ്പെടുമെങ്കിൽ അത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് മാത്രമുള്ള പ്രത്യേകതയാണ്. സ്വർഗ്ഗത്തിന്റെ 8 വാതിലിലൂടെ വിളിക്കപ്പെടും യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ, ഇതിലെ വരിൻ സിദ്ദീഖേ, ഇതിലെ വരണേ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തുകൊണ്ടാണ് ആ സ്ഥാനത്തെത്തിയത്? സമയത്തിന്റെ മൂല്യം അറിഞ്ഞപ്പോഴാണ്. യഅലം അന്ന ലില്ലാഹി അമലൻ ബിന്നഹാർ ലാ യഖ്ബലുഹു ബില്ലൈൽ, അറിയണമേ അല്ലാഹുവിന് ചില കർമ്മങ്ങൾ പകലിൽ ചെയ്യാനുണ്ട്, അത് രാത്രിയിൽ അല്ലാഹു സ്വീകരിക്കൂല. സുബഹിയും ളുഹറും അസ്റും പകല് നിർവഹിക്കേണ്ട നിസ്കാരം അത് ഒന്നിച്ച് ഖളാടിക്കുക വേണ്ട. അല്ലാഹു അതിന് സമയം നിശ്ചയിച്ചു, അത് പകൽ തന്നെ ചെയ്യണം, രാത്രി അല്ലാഹു സ്വീകരിക്കൂല. രാത്രിയിൽ ചെയ്യേണ്ട ചില കർമ്മങ്ങൾ അല്ലാഹുവിനുണ്ട്, അത് പകലിൽ പകരം വീട്ടിയിട്ട് കാര്യമില്ല. അതിനൊക്കെ സമയം. പിന്നെ കാരണങ്ങൾ കൊണ്ട് ഒരു ഉദ്ർ നഷ്ടപ്പെട്ടു പോയി, നമ്മൾ പകരം ചെയ്തേ പറ്റൂ. പക്ഷെ അല്ലാഹുവിന് ഇഷ്ടം അവൻ നിശ്ചയിച്ച സമയങ്ങളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന മിൻ വറായികും അയ്യാമാ, നിങ്ങളുടെ പിറകിൽ ചില ദിവസങ്ങൾ വരാനുണ്ട്. അസ്സബ്റു ഫീഹിന്ന മിഥലൽ ഖബ്ളി അലൽ ജംറ, ആ കാലഘട്ടങ്ങളിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് തീ കനലുകൾ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ്. ആ കാലഘട്ടമാണ് നമ്മുടെ ഈ കാലം. വലിയ പ്രയാസം. ഹിജാബിട്ട് നടക്കുന്ന പെൺകുട്ടികൾക്ക് ഞാനൊരു ഓഡ് ഒരു വ്യത്യസ്തയായി തോന്നുന്നുണ്ടോ, ഞാനൊരു ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന കാലം. ലിൽ ആമിലി ഫീഹിന്ന അജ്റു 50 റജുലാ യഅമലൂന മിഥല അമലി, ആ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളുകൾക്ക് അവര് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ 50 ആളുകളുടെ കൂലി അല്ലാഹു നൽകുമെന്ന് പുണ്യനബി പറഞ്ഞപ്പോൾ അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അജ്റു 50 മിന്നാ ഔ മിൻഹും, ഞങ്ങൾ സ്വഹാബികളിൽപ്പെട്ട 50 ആളിന്റെ കൂലി 21-ാം നൂറ്റാണ്ടിൽ വരുന്ന ആൾക്ക്, 25-ാം നൂറ്റാണ്ട് 30-ാം നൂറ്റാണ്ട് നബിയേ, ആ കാലഘട്ടങ്ങളിൽ വരുന്നവർക്ക് ഞങ്ങളിലെ 50 ആളിന്റെ കൂലിയാണോ, അല്ല അവരിൽപ്പെട്ട 50 ആളുടെ കൂലി ഒരാൾക്ക് കൊടുക്കുമെന്നാണോ പറഞ്ഞത്? ഖാല ബൽ അജ്റു 50 മിൻകും, നിങ്ങളിൽപ്പെട്ട 50 ആളിന്റെ കൂലി അവർക്ക് ലഭിക്കുന്ന ഒരു കാലം അത് പ്രയാസമേറിയ കാലമാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പ്രയാസമാണ് തിന്മകളിലേക്ക് ഇങ്ങനെ മാടി വിളിക്കാൻ. ഒരു കാലഘട്ടം വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞു, ഹമ്മുഹും അൽ ഫർജു വൽ ബത്ൻ. നീ തോന്നുന്നു നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് പുണ്യനബി എങ്ങനെയാ ഇത്ര വ്യക്തമായി നോക്കി പറഞ്ഞത്?
നിങ്ങൾക്കൊരു കാലഘട്ടം വരുന്നു, അന്ന് നിങ്ങളുടെ ചിന്ത അൽ ഫർജു വൽ ബത്നു, നിങ്ങളുടെ ലൈംഗിക ആസ്വാദനവും നിങ്ങളുടെ ഭോജനവുമാണ്. ഭക്ഷണം കഴിക്കുക, വ്യഭിചരിക്കുക, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തികൾക്ക് കാണേണ്ടി വരുന്നതാണ്. ഇന്നിപ്പോൾ അതല്ലേ നടക്കുന്നത്? പ്രായമുള്ളവരും ഇല്ലാത്തവരും കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ വ്യഭിചാരത്തെക്കുറിച്ച് ആലോചിക്കുന്ന കാലം. നാട്ടുകാരും വീട്ടുകാരൊക്കെ പിടിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് കയറ് പൊട്ടിക്കാണ്ട് നടക്കുക, ഇല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യക്കാണെന്ന്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്, വഴിവിട്ട് ജീവിക്കാനൊരവസരമുണ്ട് എന്ന് കിട്ടിയാൽ എന്തൊക്കെ കാണിച്ചു കൂട്ടണമെന്നാണ് നമ്മുടെ കുട്ടികൾ വെപ്രാളപ്പെടുന്നത്. ആകെ വ്യഭിചരിക്കണം, പിന്നെ പോയി ഫുഡടിക്കുക. ഈ രാത്രിയിൽ നിങ്ങളൊന്ന് നമ്മുടെ കേരളത്തിന് ഇങ്ങോളം യാത്ര ചെയ്ത് നോക്കൂ. പാതിരാത്രി ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗവും ഒരു പക്ഷിയുമില്ല. ഒരൊറ്റ മൃഗവും രാത്രി ഭക്ഷണം കൊടുത്താൽ കഴിക്കൂല. വൈകുന്നേരം കഴിച്ചത് ഇങ്ങനെ അയവിറക്കുന്നുണ്ടാവും കന്നുകാലികളൊക്കെ, പക്ഷെ പുതിയ ഫുഡ് അവർ കഴിക്കൂല. രാത്രി പട്ടിണി കിട്ട് കൊണ്ടുവന്നാൽ കഴിച്ചേക്കാം. നമ്മളാണ് പാതിരാത്രികളിൽ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ, നമ്മുടെ തെരുവോരങ്ങളിലെ കടകളിൽ രാത്രി പൊറാട്ടയും ബീഫും. സുബ്ഹാനല്ലാഹ്. മഗ്രിബ് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണത്തിൻ്റെ സമയം, ഇശാഇൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് നിങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാലും തിരക്കേടില്ല. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത്, ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കരുത്. വലാ തനാമു അലൈഹ, ഹദീസാണ്. ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടന്നുറങ്ങരുത്. പാതിരാത്രി 3 മണിവരെ സ്വറ പറഞ്ഞിരിക്കും, കളി കണ്ടിരിക്കും. എന്നിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ബില്ലും കൊടുത്ത് വന്നിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങുക. സുബഹിക്ക് ഇല്ല, സുബഹിൻ്റെ മുമ്പാണ് ഉറങ്ങണത്, പിന്നെ എങ്ങനെ എണീക്കാനാണ്? ഹമ്മുഹും അൽ ഫർജു വൽ ബത്ൻ. ആകെ ചിന്ത വ്യഭിചരിക്കണം, ആകെ ചിന്തിക്കുന്നത് വെറൈറ്റി ഫുഡ് അടിക്കണം. ഇങ്ങനെ മനുഷ്യൻ ഭോജനവും ഭോഗവും മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എൻ്റെ ഉമ്മത്തിന് കാണേണ്ടി വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ ഇടയിൽ തന്നെ ആയത് എന്തൊരു വിരോധാഭാസമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഒരു സ്വഹാബിയുണ്ട്. തങ്ങൾ രഹസ്യം പറഞ്ഞു കൊടുത്ത സ്വഹാബിയാണ്. ആ പല രഹസ്യങ്ങളും മഹാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. കാന الناس يسألون رسول الله صلى الله عليه وسلم عن الخير. ജനങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് നന്മകളെക്കുറിച്ച്, നല്ല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. നബിയെ, ഞാൻ എന്താ ചൊല്ലേണ്ടത്? ഏതാ ശ്രേഷ്ഠമായ സമയം? ഏതാണ് ശ്രേഷ്ഠമായ ഇബാദത്ത്? ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായ ഇബാദത്ത്? ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിച്ചിരുന്നത്. പക്ഷെ ഞാൻ അതല്ല നബിയോട് ചോദിച്ചത്. وكنت أسأله عن الشر مخافة أن يدركني. ഞാൻ നബി തങ്ങളോട് ചോദിച്ചത് വിപത്തുകളെ കുറിച്ചാണ്, ഷർറുകളെ കുറിച്ചാണ്. മഖാഫത അൻ യുദ്രികനി, ആ വിപത്തുകളിൽ ഞാൻ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി നബി തങ്ങളോട് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഇന്നാ കുന്നാ ഫീ ജാഹിലിയ്യ, ഞങ്ങൾ അറിവില്ലാത്തൊരു കാലഘട്ടം, ഇസ്ലാം എന്താണെന്നറിയാത്ത, ആരാധന ആർക്കാണ് ചെയ്യേണ്ടതെന്നറിയാത്ത, ആരാണ് ഞങ്ങളെ പടച്ചുവിട്ടത് എന്ന് പോലും അറിയാത്ത, ആരാണാവോ ഞങ്ങളെ മരിപ്പിക്കുന്നത്, നാളെ ഒരു ജീവിതമുണ്ടോ, ഇതൊന്നും അറിയാതെ ജീവിച്ചൊരു കാലം ഞങ്ങൾക്ക് കഴിഞ്ഞുപോയി നബിയേ. ഫജാഅന അല്ലാഹു ബിഹാദൽ ഖൈർ, അങ്ങനെയല്ലയോ ഞങ്ങൾക്ക് നബിയെ അങ്ങയെ ലഭിച്ചത്. അല്ലാഹു ഞങ്ങൾക്ക് അങ്ങയെ തന്നു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹൽ ബഅദ ഹാദൽ ഖൈരി മിൻ ശർ, നബിയെ അങ്ങയുടെ കൂടെ ജീവിക്കുന്ന ഇത്രയും സന്തോഷകരമായ ഒരു ജീവിതം, ഈമാനും സ്വർഗവും പരലോകവും ചിന്തിക്കുന്ന നല്ല നാളുകൾ, ഈ നാളുകളൊക്കെ കഴിഞ്ഞു പോയാൽ, അങ്ങ് ഞങ്ങളോട് വിട പറഞ്ഞാൽ നബിയെ ഞങ്ങൾക്ക് വല്ല വിപത്തുകളും വരാനുണ്ടോ എന്ന് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഖാല നഅം, അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും ഹുദൈഫ, പരീക്ഷണങ്ങൾ വരാനുണ്ട്. ഞാൻ ചോദിച്ചു,
വഹൽ ബഅദ ദാലിക ശർരി മിൻ ഖൈരിൻ, ആ വിപത്ത് കഴിഞ്ഞാൽ നബിയെ പിന്നെ ഒരു നന്മ അതിന് ശേഷം വരുമോ? ഞങ്ങളുടെ ജാഹിലിയത്തിന് ശേഷം അല്ലാഹു അങ്ങയെ ഞങ്ങൾക്ക് തന്ന പോലെ അങ്ങയുടെ കാലം കഴിഞ്ഞാൽ ഒരു വിപത്ത് വരുമെങ്കിൽ ആ വിപത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല കാലം വരാനുണ്ടോ? ഖാല നഅം വഫീഹി ദഖൻ, ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ നന്മയുണ്ട്, പക്ഷേ അതിൽ ദഖനുണ്ട്. വമാ ദഖനുഹു, അങ്ങ് ഉദ്ദേശിച്ച ദഖൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നബിയെ? ഖൗമുൻ യഹ്തദൂന ബിഗൈരി ഹദീ, അവർ മുസ്ലിമീങ്ങളാണ്, അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, വാദിനിരിക്കുന്നവരാണ്, എല്ലാം ചെയ്യുന്നവരാണ്. പക്ഷേ ഞാൻ എൻ്റെ മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഭാഗമായി പറഞ്ഞു തരാത്തത്, ഇസ്ലാമിൻ്റെ ഭാഗമല്ലാത്തത്, അള്ളാഹു പൊരുത്തപ്പെടാത്ത ചില ആചാരങ്ങളും അവർ ചെയ്യുന്നവരാണ്. തഅരിഫു മിൻഹും വതുൻകിർ, അവരൊരുപാട് നന്മ ചെയ്യുന്നവരാണ്, എന്നാൽ അതിൻ്റെ കൂടെ ചില തിന്മകളും കാട്ടിക്കൂട്ടുന്നവരാണ്. ഞാൻ ചോദിച്ചു, ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർ, കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ടാവും, എന്നാലും മുൻ സമുദായങ്ങളുടെ ആചാരങ്ങളൊക്കെ അവരതിൻ്റെ പിന്നിൽ ഇങ്ങനെ കടത്തിക്കൂട്ടും. ആ ആചാരങ്ങളൊക്കെ അവരും ആചരിച്ചു കൊണ്ടിരിക്കും. പല കാരണങ്ങളും പറയും, സെക്കുലറാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ. യാ റസൂലല്ലാഹ്, ആ ഒരു നന്മ കഴിഞ്ഞാൽ പിന്നെ വേറെ വിപത്തുകളുണ്ടോ? നഅം, വരുന്നുണ്ട്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, അവർക്ക് ശേഷം വരാനുള്ള വിപത്ത് നരകത്തിന്റെ വാതിലുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വരുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കണമെന്ന് നിങ്ങളോട് പറയുന്നവർ വരും, മതനിരാസം വേണമെന്ന് പറയുന്നവർ വരും, അല്ലാഹു എന്ന സൃഷ്ടാവ് ഇല്ല എന്ന് പറയുന്നവർ വരെ വരും. മഅദല്ലാഹ്, ഈ പ്രപഞ്ചം വൃഥാവിലുണ്ടായതാണെന്നും സിംഗുലാരിറ്റിയിൽ നിന്ന് തുടങ്ങിയതാണെന്നും ബിഗ് ബാങ് ആണ് അതിന്റെ ആരംഭമെന്നൊക്കെ പറഞ്ഞ് ഒരു പടച്ചതമ്പുരാന്റെ മുസബ്ബിബുൽ അസ്ബാബായ പ്രൈം മൂവറായ അല്ലാഹുവിനെ മറന്നുപോകുന്ന ആശയങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നവർ വരും. അവിടെ പറയും, നിങ്ങളൊക്കെ മൗഢ്യന്മാരാണെന്ന് പറയും. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ നോക്കി നിങ്ങൾ വിഡ്ഢിത്തമാണ് വിശ്വസിക്കുന്നത് എന്ന് പറയും. അബ്വാബു ജഹന്നം ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിലുകളിലേക്ക് നിങ്ങളെ വിളിച്ചുകൂട്ടാൻ വരുന്ന ആളുകൾ. മൻ അജാബഹും ഇലൈഹാ ഖദഫൂഹു ഫീഹാ, അവരുടെ കൂടെ കൂടുന്നവർ, അവരുടെ ഗ്രൂപ്പിൽ ചേരുന്നവർ, അവരുടെ സംഘത്തിൽ ലൈക്കടിച്ചു കൂടുന്നവർ, അവരുടെ സംഘത്തിന്റെ ഭാഗമാകുന്നവരെ ഖദഫൂഹു ഫീഹാ, നരകത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും ഓരോരുത്തരെ. അങ്ങനെ ദൈവനിഷേധവും മതനിരാസവും പടച്ചതമ്പുരാന്റെ അസ്തിത്വവും നിഷേധിക്കുന്ന ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിലുകളിലേക്ക് കൂട്ടമായി വിളിക്കുന്ന സംഘങ്ങൾ വരും. ചില ഫേസ്ബുക്ക് സംഘങ്ങളൊക്കെ അങ്ങനെയാണ്, അവർക്കറിയാത്തത് കൊണ്ടാണ്. പിന്നെ അവർ തിരുത്തും, അപ്പോഴേക്കും വണ്ടി ഒരുപാട് ദൂരം പോയിട്ടുണ്ടാവും. ആന്റണി ഫ്ലൂ എന്ന് പറയുന്ന മനുഷ്യൻ 100 കൊല്ലം പടച്ചവനില്ല എന്ന് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ എയ്തീസത്തിന്റെ, മതനിരാസത്തിന്റെ, പടച്ചവനില്ല എന്ന ആശയത്തിലെ പ്രബലമായ ലേഖനങ്ങൾ എഴുതിയ, പ്രബലമായ ചിന്തകൾ പങ്കുവച്ച, പ്രൗഢമായ പുസ്തകങ്ങൾ എഴുതിയ ആളായിരുന്നു ആന്റണി ഫ്ലൂ. അയാൾ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ഞാൻ പറഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു പോയത് മുഴുവനും തെറ്റായിരുന്നു. There is a God, പടച്ചവൻ ഉണ്ട് കേട്ടോ, ദൈവമുണ്ട്. ഞാൻ ഇല്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്, എന്നാൽ ദൈവമുണ്ട് എന്ന് അതേ മനുഷ്യനെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചു. അല്ല, മുസ്ലിം ആയതുകൊണ്ടല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു ദൈവമുണ്ട്, പടച്ചവനില്ല എന്ന് പറഞ്ഞു. ശരിയായില്ല. പക്ഷേ കോടിക്കണക്കിന് യുക്തിവാദികൾ അദ്ദേഹം വാർത്തുവിട്ടു. അവരൊക്കെ പിന്നെ വലിയ ശൈഖന്മാരായി മാറി യുക്തിവാദത്തിലെ. പക്ഷെ അവരുടെ ഷെയ്ഖായ ഈ മനുഷ്യൻ അതൊക്കെ ഉപേക്ഷിച്ചു പോയി. മരിക്കുന്നതിന് മുമ്പ് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു പോയാളാ ആന്റണി ഫ്ലൂ. ഒരുപാട് ആളുകൾ ഈ അബദ്ധത്തിലൂടെ ഓടുകയാണ്. നല്ല സുഖമാണല്ലോ, ആരും പേടിക്കണ്ട. ഇപ്പം ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ചില റൂൾസ് പാലിക്കാനുണ്ട്.
റോഡിൽ. അതൊന്നും ഇല്ല എന്നുള്ള കാര്യം വേറെ കാര്യം, പാലിക്കുന്നുണ്ടോ ഇല്ല എന്ന് വേറെ വിഷയം. പാലിക്കണം അല്ലേ? ഒരാൾ വന്നിട്ട് പറയാ, നല്ല ഡ്രൈവിംഗ് അറിയുന്ന പിള്ളേരെ കൂട്ടിയിട്ട് പറയാം, കുട്ടികളെ അതൊന്നും വേണ്ട, നീ ഇഷ്ടമുള്ള പോലെ അങ്ങ് ഓടിച്ചേക്ക്, അതൊക്കെ വെറുതെ പറയാം, അങ്ങനെ ഒരു നിയമമൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് നല്ല രസം തോന്നും. അതങ്ങനെ അങ്ങ് വിട്ടാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? മതനിരാസം എന്ന് പറയുന്നതിൻ്റെ കാകത്തുക ഇതാണ്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും രസമായിരിക്കും, പേടിക്കണ്ടല്ലോ. ഈ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കുമോ നാളെ മഹ്ശറയിൽ? ഒരിക്കലും അവരെ കൊണ്ട് കഴിയില്ല. ജീവൻ നമുക്ക് കിട്ടിയതല്ലേ. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയതാണോ? അല്ല. നിങ്ങൾ അന്ന് ജനിച്ചു വീണു, നിങ്ങൾ മരിക്കും, ഞാനും നിങ്ങളൊക്കെ. നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ? അല്ല. ഒരു ദിവസം അള്ളാഹു നമ്മളെ കൊണ്ടുപോകും, അന്ന് നമ്മൾ പോയേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്, സ്വർഗത്തിലേക്ക് എത്തണം നമുക്ക്. وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. സ്വർഗത്തിലെത്തുമ്പോൾ, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിൻ്റെ അർശിനെ താങ്ങി നിർത്തുന്ന കോടാനുകോടി മലായിക്കത്തുകളെ മനുഷ്യർക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ സിംഹാസനം താങ്ങി നിർത്തുന്നവർ. ഹാഫീന മിൻ ഹൗലിൽ അർശ്. അല്ലാഹുവിൻ്റെ അധികാരത്തിൻ്റെ സിംബലാണ് അർശ്. അതിനു ചുറ്റും തിങ്ങി നിറഞ്ഞു കിടക്കുന്ന കോടിക്കണക്കിന് അല്ലാഹുവിൻ്റെ മലക്കുകളെ മുഅ്മിനീങ്ങൾക്ക് കാണാൻ കഴിയും. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അവർ പറഞ്ഞുകൊണ്ടിരിക്കുക സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. മലക്കുകളുടെ ലോകത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ കഴിയുന്ന ഒരു സ്വർഗലോകം. വഖുദിയ ബൈനഹും ബിൽ ഹഖ്. സത്യമായും അല്ലാഹു നാളെ സത്യസന്ധമായ നീതിയുക്തമായ തീരുമാനം വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിൽ അല്ലാഹു തീരുമാനമെടുക്കുന്നു. വഖീലൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വർഗത്തിലേക്ക് കടക്കുന്നവർ പറയുന്നു, സർവേശ്വരനായ അല്ലാഹുവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമല്ലോ ഈ ജീവിതമെന്ന് സ്വർഗവാസികൾ അല്ലാഹുവിനോട് നന്ദി പറയും. അല്ലാഹു നമുക്ക് ആ ഒരു ദിവസം റബ്ബ് സാധിപ്പിച്ചു തരട്ടെ. ഇതിങ്ങനെയൊക്കെ കഴിഞ്ഞു പോകും. കുറേ അസുഖമായിട്ടും കുറേ കടമായിട്ടും വീടുണ്ടായിട്ടും പൊളിഞ്ഞാടിയിട്ടും തുടങ്ങിയിട്ടും കച്ചവടം നഷ്ടമായിട്ടും ലാഭമായിട്ടും കടലിൽ പോയാൽ മീൻ കിട്ടിയിട്ടും കിട്ടാതെയും സമയം കഴിയും. ഇതിനിടക്ക് നമ്മുടെ നാവുകളിൽ ദിക്റുകളെ കൊണ്ട് നനയണം. നമ്മുടെ നാവുകൾ അള്ളാഹുവിൻ്റെ ഓർമ്മയിലായിരിക്കണം. പടച്ച തമ്പുരാൻ അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നെറ്റിയിൽ ചുളിവ് വന്ന് കണ്ണുകളാകെ ചുക്കിച്ചുളിഞ്ഞ് സഖതത് ഹാജിബാ, കൺപുരികം പോലും അവിടെ നിവർന്നു നിൽക്കാതെ കണ്ണുകളിലേക്ക് വീണുപോയ 100 വയസ്സോ അതിലേറെയോ കഴിഞ്ഞ ഒരു മനുഷ്യനായിരിക്കണം. യാ റസൂലല്ലാഹ്, മാ തറക്തു ഹാജതൻ വലാ ദാജ. നബിയേ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയേ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല നബിയേ, എനിക്കൊന്ന് നന്നാവണം. അല്ലാഹു എന്നെ സ്വീകരിക്കുമോ, അല്ലാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് പുണ്യ നബിയോട് വന്ന് ചോദിക്കുകയാണ് പ്രായമായൊരു സ്വഹാബി. എന്നെ അല്ലാഹു സ്വീകരിക്കുമോ? അതിനെന്താ, എന്ത് തടസ്സമാണ് നിന്റെയും അല്ലാഹുവിൻ്റെയും ഇടയിലുള്ളത്? അല്ലാഹു നിന്നെ സ്വീകരിക്കും. നീ അല്ലാഹുവിലേക്ക്, പടച്ച തമ്പുരാനിലേക്ക് തൗബ ചെയ്ത് മടങ്ങ്. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല എന്ന്. എങ്ങനെ 90 കഴിഞ്ഞ് ഇൻഹനാ ളുഹുറുഹു, മുതുകൊക്കെ വളഞ്ഞിട്ടാ വരുന്നത്, എണീറ്റ് നിൽക്കാൻ ഇനി മുമ്പ് എന്ത് തെറ്റ് ചെയ്യാനാ? പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്യ്, ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് അല്ലാഹുവിനോട് പറയേ. അപ്പൊ പറഞ്ഞു, നബിയെ, എനിക്ക് കുറേ കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് കഴിയൂല, നിസ്കരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, പ്രായമായില്ലേ, എല്ലാ കുരുത്തക്കേടും, ഞാൻ ചെയ്യാത്ത തെറ്റൊന്നുമില്ല നബിയെ.
അതുകൊണ്ട് ദുല്ലനി അലാ അമലിൻ അതശബ്ബതു ബിഹി, എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരും നബിയെ. ഒരുപാട് കാര്യം എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നാവ് കൊണ്ട് എപ്പോഴും ദിക്ർ കൊണ്ട് നനഞ്ഞിരിക്കട്ടെ നിന്റെ നാവ് എപ്പോഴും. അതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നോടൊന്ന് ഇരുന്നിട്ട് തന്നെ മെല്ലെ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആ ശബ്ദത്തിൽ ഉറക്കെ ചൊല്ലണ്ട, നിങ്ങൾ കേട്ടാൽ മതി 7 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലല്ലേ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലേ? അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാളെ തുലാസിൽ നമ്മുടെ പാപങ്ങളൊക്കെ കനം തൂങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയാവും നമ്മുടെ തുലാസിന് കനം തൂക്കാൻ. വല്ല ബുദ്ധിമുട്ട് ആരെങ്കിലും അറിഞ്ഞോ അത് ചൊല്ലാൻ? നമ്മുടെ നാവ് ദിക്ർ കൊണ്ട് ഇങ്ങനെ നനയണം, വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക അനിസ് സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബിഹി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون യസ്അലൂനക, അങ്ങയോട് ആളുകൾ ചോദിക്കുന്നുണ്ട് നബിയെ, അനിസ്സാഅ, എന്നാണാവോ സമയവും ലോകവും അവസാനിക്കുന്നത് എന്ന്. അയ്യാന മുർസാഹ, എപ്പോഴാണാവോ അന്ത്യനാൾ വന്നു ചേരുന്നത് എന്ന് അവരങ്ങയോട് ചോദിക്കുന്നു നബിയെ. ഖുൽ, മറുപടി കൊടുക്കിൻ, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതെന്നാണ് എന്ന് എൻ്റെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. പല ഡേറ്റും നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന വിഷയമാണ്. ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു, ഖിയാമത്തിന്റെ മുമ്പ് നടക്കേണ്ട ഓരോന്നോരോന്ന് നമ്മൾ മരണത്തിലേക്ക് ഓരോ വർഷവും മാസവും ദിവസവും കഴിയുമ്പോൾ മരണത്തിലേക്ക് അടുക്കുന്ന പോലെ ലോകത്തിന്റെ മരണമായ ഖിയാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രായമാവുമ്പോൾ ഒന്ന് ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ വന്ന് ഡയബറ്റിക്കായി, ഹാർട്ട് അറ്റാക്ക് ഒന്നോ രണ്ടെണ്ണോ വന്നു പോകും. ഇതൊക്കെ സിഗ്നലുകളാണ്. സമയായി ചിലപ്പോ ഒരു ഭാഗം കുഴഞ്ഞു പോകും, ചിലപ്പോ ശ്വാസം കിട്ടാണ്ട് വെന്റിലേറ്ററിൽ കയറ്റേണ്ടി വരും. അതൊക്കെ നമ്മുടെ മരണത്തിന്റെ ചില വലിയ അടയാളങ്ങളാണ്. ചെറിയ അടയാളങ്ങൾ വരും, പനി, ശ്വാസത്തിനൊരു തടസ്സം തോന്നുക, എവിടേക്കോ ഒരു വേദനയൊക്കെ തോന്നുന്നു എന്ന പോലെ ഈ ലോകത്തിന്റെ മരണത്തിനും ചില ചെറുതും വലുതുമായ അടയാളങ്ങൾ പുണ്യനബി പറഞ്ഞു വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ മരണത്തിലേക്ക് നീങ്ങുന്ന പോലെ, അത് പേടിക്കാനുള്ളതല്ല കേട്ടോ. മരിക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെ പേടിച്ചിട്ട് ഇതായി പോണ്ടേ. മരണത്തെ അല്ല പേടിക്കേണ്ടത്. എക്സാം വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് കുട്ടി പേടിച്ചിട്ട് എന്താ കാര്യം? പഠിക്കാതിരുന്നിട്ട് എക്സാമിന് ഡേറ്റ് ആവണവരെ കുട്ടി പേടിച്ച് കരയാണ്, പഠിക്കണില്ല, വല്ല കാര്യമുണ്ടോ?
പഠിക്കല്ലേ വേണ്ടത്. പഠിച്ചാൽ പിന്നെ പേടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്ന പോലെ നമുക്കൊക്കെ നന്നാവുക വേണ്ടത്. തിന്മകൾക്ക് മധുരമില്ല മുഅ്മിനെ, ആരാധനക്കാണ് മധുരമുള്ളത്. അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേദനയാണ്, എന്നാൽ ആരാധനാ കർമ്മങ്ങൾക്ക് ആനന്ദമാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ തബൂക്ക് യുദ്ധം കഴിയുമ്പോൾ, തബൂക്ക് യുദ്ധ സമയത്ത്, തബൂക്ക് ഇന്നലെ തബൂക്കിലായി, തബൂക്ക് എന്നാണ് ഇങ്ങോട്ട് വരുന്നത്. തബൂക്ക് യുദ്ധം നടന്നിട്ടില്ല, അവിടെ ഒരു ക്യാമ്പിങ്ങാണ് നടന്നത് 30,000 സ്വഹാബിമാരുടെ കൂടെ. ആ സ്ഥലത്ത് ഇന്ന് ഉസ്മാനികൾ ഉണ്ടാക്കിയ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ താഴെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ച വെള്ളമുണ്ട്. അവിടെ നിന്ന് തുപ്പിയ മനോഹരമായ ബറക്കത്തുള്ള വെള്ളമുള്ള ഒരു അരുവിയുണ്ട് അവിടെ. ഇന്നും തബൂക്കിൽ ചെന്നാൽ കാണാൻ കഴിയും. അവിടെ മസ്ജിദുർ റസൂൽ, പുണ്യനബി തങ്ങൾ 18 ദിവസം തബൂക്കിൽ ക്യാമ്പ് ചെയ്ത പള്ളിയുണ്ട്, മസ്ജിദുർ റസൂൽ. ഇതൊക്കെ തബൂക്ക് സിറ്റിയിൽ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ തബൂക്ക് യുദ്ധ സമയത്ത് ഫീ ഖുബ്ബത്തി ഉദ്മിൻ, നബി തങ്ങൾ ഒരു തോലിന്റെ ഒരു കൂടാരത്തിൽ ഖൈമയിൽ തങ്ങൾ ഇരിക്കുമ്പോ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ സ്വഹാബിയോടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഔഫ് ഇബ്നു മാലികേ യഅദദ സിത്തൻ ഖബ്ല അസ്സാഅ, അന്ത്യനാളിന്റെ മുമ്പായി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ചില അടയാളങ്ങളെ ഞാൻ പറഞ്ഞു തരാം. അതിൽ 6 നിങ്ങൾ എഴുതിക്കോളൂ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ 6 ഒന്ന് മൗതി, എൻ്റെ മരണമാണ്. പുണ്യനബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിൻ്റെ മരണമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു ثم موتان يأخذ فيكم كقعاص الغنم, ആടുകൾ കൂട്ടമായി ചത്തൊടുങ്ങുന്ന പോലെയുള്ള ഒരു പകർച്ചവ്യാധി നിങ്ങൾക്ക് വരും. അത് വരാതെയും അന്ത്യനാള് സംഭവിക്കില്ല ഔഫ് ഇബ്നു മാലികേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم فتح بيت المقدس, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം അതിന് മുമ്പുണ്ട്. ثم استفاضة المال, സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങും. حتى يعطى الرجل 100 دينار فيظل ساخطا, ഇൻഫ്ലേഷൻ വരുന്ന പണപ്പെരുപ്പമുണ്ടാകും, കാശിന് മൂല്യം ഉണ്ടാവില്ല. 100 ദീനാർ കൊടുത്താൽ ദേഷ്യപ്പെടും. ഇതൊക്കെ ഒരു പൈസയാണോ? ഇതാണോ തരാൻ വിചാരിച്ചത്? ഇതുകൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇൻഫ്ലേഷൻ വരും. അങ്ങനെയാണല്ലോ, പൈസക്ക് മൂല്യ തകർച്ചയാണ്. അപ്പോൾ പണ്ടൊക്കെ ഉമ്മാരൊക്കെ 100 റുപ്യ കൊണ്ട് ഒരു മാസമൊക്കെ ജീവിച്ചിരുന്ന വീടുകളിലെ നമ്മുടെ വീടുകളൊക്കെ അത് കഴിഞ്ഞപ്പോൾ 1000 കൊണ്ടും 10,000 കൊണ്ടും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. യദല്ലു സാഖിതാ. ثم فتنة, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. ലാ യബ്ഖാ ബൈതും മിനൽ അറബി ഇല്ലാ ദഖലത്, എല്ലാ അറബ് രാജ്യങ്ങളിലും അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ثم هدنة تكون بينكم وبين بني الأصفر, നിങ്ങളും പടിഞ്ഞാറുകാരും യൂറോപ്യൻ അമേരിക്കൻ രാജ്യക്കാര് തമ്മിൽ നടക്കുന്ന ഒരു കരാറ്. ഫയഗ്ദിറൂൻ, ആ കരാറിൽ അവര് നിങ്ങളെ വഞ്ചിക്കും. ഫയഅ്തൂനകും തഹ്ത 80 ഗായ, 80 കൊടികൾക്ക് കീഴെ 80 ബറ്റാലിയനുകളായി 80 സൈന്യ സംഘമായി അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരും. ഓരോ കൂട്ടത്തിലും ഉണ്ടാകും 12,000 ആളുകൾ. 12,000 മൾട്ടിപ്ലൈഡ് ബൈ 80, 12,000 80 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന അത്ര സംഘമാളുകൾ നിങ്ങളോട് പടപൊരുതാൻ വരുന്ന
ഒരു സംഘട്ടനവും അതിൻ്റെ മുമ്പ് നടക്കാനുണ്ട്. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ലോകം അതിൻ്റെ മരണത്തിലേക്ക് ഒരു വശത്തുകൂടെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. لا تقوم الساعة حتى يخرج دجالون 30 كذابا دجالا. നുണ പറയുന്ന പച്ചയായ നുണസിദ്ധാന്തങ്ങൾ ലോകത്തോട് പറയുന്ന 30ഓളം ആളുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അന്ത്യനാളിന്റെ മുമ്പ്. കുല്ലുഹും യക്ദിബു അലല്ലാഹി വറസൂലിഹി, അല്ലാഹും റസൂലും പറഞ്ഞത് സത്യമല്ല എന്ന് നിങ്ങളോട് പറയുന്ന ഭൗതികവാദികളായ 30ഓളം ആളുകൾ, സൈദ്ധാന്തികന്മാർ. ചാൾസ് ഡാർവിൻ അതിലൊരാളാണ്. ഇങ്ങനെയുള്ള 30ഓളം ആളുകൾ വേറെയും നിങ്ങളുടെ മുമ്പിലുണ്ടാകും. അവിടെന്ന് പറഞ്ഞു ലാ തഖൂമുസ്സാഅ, അന്ത്യനാളെ സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ. ഇന്ന ബൈന യദൈസ്സാഅതി ഫിതനൻ ഖിത്അഇൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടുള്ള രാത്രിയുടെ കഷ്ണങ്ങളെ പോലെ നിങ്ങളുടെ മുമ്പിൽ അപ്പുറത്തേക്ക് നോക്കിയാൽ കണ്ണ് കാണാൻ കഴിയാത്ത, സ്തംഭിച്ചു പോകുന്ന, എന്താണ് നമ്മൾ ചെയ്യുക എന്നറിയാത്ത ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് വരും. യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിനാ സുമ്മ യുംസി കാഫിറാ. നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ആണ്, ഒരു പെണ്ണ് വൈകുന്നേരമാകുമ്പോഴേക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകൾ അവർ കേൾക്കുന്നു, അറിയുന്നു, വായിക്കുന്നു, അങ്ങനെ മതമുപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ വല്ല പ്രേമത്തിൻ്റെ പിന്നാലെ ഓടുന്നു. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ്റെ മതവും എനിക്ക് ഇഷ്ടമാണ്, അവൻ എന്തായാലും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അവൻ എന്നെ മതി എന്ന് പറഞ്ഞ് പിന്നാലെ ഓടാണ്. അങ്ങനൊരു കൂട്ടർ. يبيع أقوام خلاقهم بعرض من الدنيا يسير. ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, അത് ബിസിനസ് ആവാം, കല്യാണമാവാം, പ്രേമമാവാം, ഇങ്ങനെ എന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മന്ത്രിയായി കിട്ടും, ഒരു MLA ആവും, ഒരു MP ആവും, ഇതിനൊക്കെ വേണ്ടി ഒരു മനുഷ്യന്റെ സത്യസന്ധമായ ആദർശവും സത്യബോധവും ഈമാനും കളഞ്ഞു കുളിക്കുന്ന ആളുകൾ നിങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്നത് കാണാം. വസദഖ റസൂലുള്ളാഹ്, നബിയേ സദഖത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അവിടുന്ന് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് ഇല ശർഖി വഹുവ മുസ്തഖ്ബിലുൽ മശ്രിഖി യഖൂൽ, കിഴക്ക് രാജ്യങ്ങളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു അലാ ഇന്നൽ ഫിത്നത ഹാഹുനാ മിൻ ഹൈസു യത്ലു ഖർനു ശൈത്താൻ. സ്വഹീഹുൽ ബുഖാരി. അറിയണമേ, മനുഷ്യന്റെ ചിന്തകളെ, മനുഷ്യന്റെ സൽബോധങ്ങളെ കളഞ്ഞു കുളിക്കുന്ന, മനുഷ്യനെ യുക്തിചിന്തകളിലേക്കും നിരീശ്വരവാദങ്ങളിലേക്കും കൊണ്ടുവിടുന്ന അപകടകാരികളായ ചിന്തകൾ വിതറുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്നാണ് എന്ന് കിഴക്കിലേക്ക് നോക്കി പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികതയെ മാത്രം കൂട്ടിപ്പിടിക്കുന്ന ചിന്താധാരകളുടെ ഉറവിടങ്ങൾ എവിടെയാണെന്ന് ചിന്തിക്കുമ്പോൾ പുണ്യനബിയുടെ വിരലുകൾ എവിടേക്കാണോ ചൂണ്ടിയത്, ആ രാജ്യങ്ങളിൽ അത് സംഭവിച്ചതും അതിൻ്റെ നേതാക്കന്മാർ ഉടലെടുത്തതും ചിന്താധാരകൾ എന്ന് പറഞ്ഞ് മനുഷ്യരാശിക്ക് മുമ്പിൽ അവർ സമർപ്പിച്ചത് മുഴുവൻ നിരീശ്വരത്വത്തിന്റെ ചിന്തകളായിരുന്നുവെന്നതും മിൻ ഹൈസു യത്ലു ഖർനു ശൈത്താൻ, പിശാചിന്റെ കൊമ്പുകൾ അവിടെ നിന്നാണ് വരാൻ പോകുന്നത്. സ്വദഖത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വദഖത യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ് നബിയേ, എത്ര സത്യമാണ്. ലാ തഖൂമുസ് സാഅ
ഹത്താ തഖ്റുജ നാറുൻ മിൻ അർളിൽ ഹിജാസ് തുളീഉ അഅനാഖൽ ഇബ്ലി ബിബുസ്റാ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ത്യനാളിന്റെ മുമ്പ് ഹിജാസ് പ്രദേശങ്ങളിൽ നിന്ന് ഒരു തീ വരാനുണ്ട്, വലിയ വോൾക്കാനോ ഇറപ്ഷൻ. ഹിജറ 654